എന്ന് പറഞ്ഞ് പോയി. രാത്രി ഖുവത്തുൽ ഇസ്ലാം മദ്രസയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തബ്ലീഗുകാരനും ഒരു സുന്നിയും കൂടി ഇങ്ങനെ വാദപ്രതിവാദം നടക്കുന്നുണ്ട്. അതിന് മുമ്പ് ഉറുദുവിലാണ്. എനിക്ക് ചെറിയ ചെറിയ കഷ്ണം ഉറുദു അറിയാം. അപ്പോ സുന്നി തോൽക്കൂന്ന് കണ്ടപ്പോ ഞാനും കൂടിക്കൊടുത്ത്. അങ്ങനെ തബ്ലീഗുകാരൻ തോറ്റ് അയാൾ ദേഷ്യം പിടിച്ച് എണീച്ചു പോയി. അപ്പൊ സുന്നിക്ക് വലിയ സന്തോഷം. നിങ്ങൾ എവിടെയാണെന്നൊക്കെ ചോദിച്ചു. എന്താന്ന് പറഞ്ഞ അങ്ങനെ ഞങ്ങൾ സിയാറത്തിന് വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് അയാൾ ഉടനെ ഒരു ടാക്സി വിളിച്ച് കൊണ്ടുവന്ന് ബോംബെയിലെ എല്ലാ ദർഗകളിലും ബിസ്മില്ലാ ബാബ, അതാണ് അവിടുന്ന് തുടങ്ങല്. ബോംബെയിൽ അവിടെ മുതൽ ഹാജി അലി വരെയുള്ള എല്ലാ സ്ഥലത്തും ഞങ്ങളെ സിയാറത്തിന് അദ്ദേഹത്തിന്റെ ചെലവ് തന്നെ കൊണ്ടുപോയി. അയാൾ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഞങ്ങളെടുത്ത് കാശില്ല ടാക്സിന് കൊടുക്കാൻ. അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമായി. അങ്ങനെ പിന്നെ അജ്മീറിലേക്ക് പോകാൻ കൂത്തുപറമ്പുകാരായ 2-3 സഹോദരന്മാർ ഞങ്ങൾ അറിയുന്നവരുണ്ടായിരുന്നു. അവരോട് കുറച്ച് കാശ് വാങ്ങി, കടം വാങ്ങി അജ്മീറിൽ പോയി. അജ്മീറിൽ പോയിട്ട് വീരാനൗലിപ്പാപ്പയുടെ ഒരു മുസാഫർ ഖാൻ ഉണ്ട് അവിടെ പോയി രാത്രിയിൽ താമസിച്ചിട്ട് നേരം വെളുത്ത് കുളിച്ച് എന്റെ പുതിയ ടർലിൻ ഷർട്ടും അല്ലിട്ട് ഹാജയുടെ മുമ്പിലേക്ക് പോവല്ലേ. അമ്മ നല്ല പുതിയ കുപ്പായിട്ട് തുണി കൊടുത്ത് നല്ല ഭംഗിയായി പോവാണ്. കഠിനമായ തണുപ്പുണ്ട്. ആ തണുപ്പിന് മേലിടാനുള്ള ഒരു ചെറിയ വലിയതല്ലാത്ത ഒരു അര പുതപ്പ് പോലത്തെ ഒരു സാധനം എന്റെ കയ്യിലുണ്ട്. അത് ശരീരത്തിലിട്ടിട്ടും ഉണ്ട്. അങ്ങനെ സിയാറത്തിന് പോകുമ്പോൾ വഴിയിൽ ഒരാൾ കിടക്കുന്നു. ആ കിടക്കുന്ന ആൾ പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ എഴുന്നേറ്റ് ഇരുന്ന് കൈകൊണ്ടിങ്ങനെ വിളിച്ചു. ഞാൻ മുഖത്തേക്ക് നോക്കിയപ്പോൾ വലിയ ഒരു ഹൈബത്തുള്ള മനുഷ്യനെ പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം വിളിച്ചപ്പോൾ അടുത്തേക്ക് പോയി. വർത്തമാനം എന്തോ 1-2 ഒക്കെ പറഞ്ഞ് ഉടൻ എന്നോട് പറഞ്ഞ പുതപ്പ് എനിക്ക് വേണമെന്ന്. പുതപ്പ് വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ പുതപ്പ് കൊടുത്ത്. നല്ല തണുപ്പാണ്. ആ പുതപ്പ് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ സിയാറത്തിന് പോയി. സിയാറത്ത് കഴിഞ്ഞു വരുമ്പോ അദ്ദേഹം പിന്നെയും എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളിട്ട കുപ്പായ എനിക്ക് വേണമെന്ന്. നേരത്തെ പുതപ്പ് കൊടുത്തതല്ലേ, ഇപ്പൊ കുപ്പായവും വേണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ആലോചിച്ച് എന്താണത്. ഏതായാലും ഞാൻ റൂമിൽ പോയിട്ട് വേറെ കുപ്പായ ഇട്ടിട്ട് തരാമെന്ന് പറഞ്ഞു. റൂമിൽ പോയി പഴയ കുപ്പായം തന്നെ ഇട്ട് ഇതുകൊണ്ട് വന്ന് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ഒരുപാട് ദുആ ചെയ്ത് കൈയിടാൻ ഒരു മോതിരവും തന്ന് അങ്ങനെ പറഞ്ഞയച്ചു. ആരാണെന്ന് എനിക്കറിയില്ല. വലിയൊരു ആളെപ്പോലെ, കണ്ടാൽ വലിയ ഹൈബത്തുള്ള ആൾ. അങ്ങനെ അജ്മീരിൽ നിന്ന് മടങ്ങി എന്റെ വീട്ടിലെത്തിയപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി 2 കുപ്പായം തുന്നാനുള്ള ഫോറിൻ ശീല എന്റെ വീട്ടിൽ വന്നിരിക്കുന്നു. അതിന്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട്, ഇത് നീ സ്വന്തം കുപ്പായം തയ്ച്ചിട്ട് ഇടണം, വേറെ ആർക്കും കൊടുക്കണ്ട. അങ്ങനെ ഞാൻ കുപ്പായം അടിച്ചിട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അന്നു മുതൽ ഇന്ന് വരെ പിന്നെ ഞാൻ ഒരു കുപ്പായവും പൈസ കൊടുത്ത് വാങ്ങിയിട്ട്